ഹായ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രൊജക്റ്റായിട്ടൊരു ചെറിയൊരു VFD നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. VFDയുടെ ഫുള്ളല്ല, VFDയുടെ മെയിനായിട്ട് ഉദ്ദേശം കൺട്രോൾ ബോർഡാണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് VFDകൾ സർവീസിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെയർ കിട്ടുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ സർവീസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇതിൻ്റെ കൺട്രോൾ ബോർഡുകൾ കേടാവുമ്പോഴാണ്. അപ്പോൾ ഈ കൺട്രോൾ ബോർഡുകൾ കേടായി കഴിയുമ്പോൾ മിക്കവാറും ഇതിൻ്റെ സ്പെയറുകൾ ഈ സെക്കൻഡായിട്ട് കിട്ടുന്ന സ്പെയറുകളാണെങ്കിലും പുതിയതായിട്ട് കിട്ടുന്ന സ്പെയറുകൾ നമുക്ക് ചിന്തിക്കാൻ പോലും കൂടെ സാധ്യമല്ല. അപ്പോൾ സെക്കൻഡായിട്ട് കൊടുക്കുന്ന കുറേ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ കുറേ സപ്ലയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെയോ നമുക്ക് തരുന്ന ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളൊരു സർവീസ് ചെയ്തിട്ട് പിന്നെ കാര്യമില്ല എന്നുള്ളൊരു പോയിന്റിലോട്ടായിരിക്കും. വളരെ പ്രോഫിറ്റ് ഒട്ടും തന്നെ കിട്ടത്തില്ല. അപ്പം ആ രീതിയിലാകുമ്പോൾ നമുക്കൊരു യൂണിവേഴ്സലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ് ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനെ റിട്രോഫിറ്റ് ചെയ്തെടുക്കുക. അത് ഇപ്പം എത്ര HP എത്ര കിലോവാട്ടിൻ്റെ വന്നാലും അതിനനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ ചെയ്ത് നമ്മൾ ആ ബോർഡ് അതിൻ്റെ അകത്തോട്ട് വിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ടൊരു ബോർഡ് ചെയ്തതാണ്. ഇതിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നാലേ അത് ഫൈനലായിട്ട് ആവുള്ളൂ. കാരണം ഇപ്പോൾ നോക്കുന്നത് ആ ഡ്രൈവിൻ്റെ സെക്ഷൻ, അതായത് നമ്മളൊരു 3 ഫേസുള്ള സിഗ്നൽ ഉണ്ടാക്കി അതിനെ ഒരു 6 ഗേറ്റിലോട്ട് കൊടുത്ത്, അതായത് 6 ഗേറ്റ് പൾസിലോട്ട് മാറ്റി അതിനെ, അതായത് IGBTയുടെ ആ ഒരു മൊഡ്യൂൾസിനെയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പ്രാരംഭഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു പോർഷൻ, ആദ്യത്തെ ഒരു പാർട്ട്, ഇത് പാർട്ട് 1 ആണ്. ആദ്യത്തെ ഒരു പാർട്ട് നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സർക്യൂട്ടും കാര്യങ്ങളും ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഈ വീഡിയോ നമ്മൾക്ക് കുറേ VFDകൾ കണ്ടില്ലേ, ഇതിവിടെ അഴിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് റേറ്റിംഗ് ഉള്ള പല VFDസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ പല ബോർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് VFDs ഉണ്ട്. നമ്മുടെ ഇത് കണ്ടോ, ഇതുപോലെയൊക്കെ ഉള്ള ചെറിയ VFDകളുടെ ഈ പാർട്സുകളൊക്കെ ഈ ഒരു VFD, ഇതിൻ്റെ അവിടെ ഒരു VFD ഉണ്ട്. അങ്ങനെ അഴിച്ച് ഒരുപാട് VFDs വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് ഈ പറഞ്ഞ പോലെ കൺട്രോൾ കാർഡുകളാണ്, ചെറിയ കൺട്രോൾ കാർഡുകളൊക്കെയാണ്. നമ്മൾ ചെയ്തെടുത്തൊരു VFDയുടെ ഒരു ബോർഡ്, കൺട്രോൾ ബോർഡ് ഇതാണ്. അപ്പോൾ ഈ കൺട്രോൾ ബോർഡിൽ ഇനി അഡീഷണലായിട്ട് വേറെ കുറേ ബോർഡുകളും കൂടെ ആഡ് ഓൺ വരും. അതായത് ഇതിൻ്റെ അകത്തെ കറണ്ട് സെൻസിങ്, പ്രൊട്ടക്ഷൻ, ഷോർട്ട് സർക്യൂട്ട്, പിന്നെ ഷോർട്ട് സർക്യൂട്ട് കുറച്ച് പ്രൊട്ടക്ഷൻസ് ഒക്കെ ഓൾറെഡി ഇത് ഇൻബിൽറ്റ് IC-ആണ്, IR2130 എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം, സർക്യൂട്ട് എത്തുമ്പോഴത്തേനും ഞാൻ പറഞ്ഞുതരാം. ഇതാണിത്. അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ ഡ്രൈവർ സെക്ഷനാണ്, അതായത് നമ്മുടെ പവർ സെക്ഷനാണ്. കൺട്രോൾ ഇത് പവറാണ്. നമ്മളൊരു BLDCയുടെ ഒരു ചെറിയൊരു മോട്ടറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ടെസ്റ്റിനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വഴി നമുക്ക് ശരിക്കും പറഞ്ഞാൽ BLDC ഫാനുകൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ BLDC മോട്ടറുകൾക്ക് ഒരുപാടൊക്കെ ചെയ്യാൻ പറ്റും. വേറെ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പം ഇത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ നിന്ന് സപ്ലൈ കൊടുക്കുന്ന ഇപ്പം ഇതിൻ്റെ അകത്തു നിന്നാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു 5 ആംപിയറേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മോട്ടർ എന്ന് പറയുമ്പോൾ തന്നെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് 12 ആംപിയർ 20 ആംപിയർ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് കറങ്ങുന്ന സ്ലോ ആണ്. അപ്പോൾ അത് നോക്കണ്ട, നമ്മൾ ആംപിയറുള്ള സപ്ലൈ കൊടുത്താലേ അതിൻ്റെ സ്പീഡ് എടുക്കുകയുള്ളൂ. പക്ഷേ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ നമുക്കിത് കറങ്ങി തുടങ്ങി. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ വർക്കിങ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ECD എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കൂടുതലും സർക്യൂട്ടൊക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. അപ്പം ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന സർക്യൂട്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കൺട്രോളിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന Arduinoയുടെ ഒരു നാനോ എന്ന് പറയുന്ന കിട്ടുന്ന ആ ഒരു ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ടെർമിനൽ ബ്ലോക്സുകളാണ്. ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. Arduinoയുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാനുള്ള ഒരു ഇതും കൊടുത്തിരിക്കുകയാണ്. അതേപോലെ സ്ലോട്ടഡ് ആയിട്ട് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, പ്ലഗ് ഇൻ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടെർമിനൽ ബ്ലോക്കിൻ്റെ അവിടെ ഞാൻ കൊടുത്തിട്ടില്ല. ഇതൊക്കെ ആ ടെർമിനൽ ബ്ലോക്കിൻ്റെ പ്രൊവിഷൻസ് ആണ്. അവിടെ ഞാൻ ടെർമിനൽ ബ്ലോക്ക് കൊടുത്തിട്ടില്ല, വയറാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ടെസ്റ്റിംഗ് നടക്കുകയല്ലേ, അപ്പോൾ ഫൈനലായിട്ടൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഈ D1 ഇതുണ്ട്, ഡിജിറ്റൽ പിൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 6 പിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. D3, D5, D6, D9, D11 ഇത്രയും പിൻസ് ഒരു PWM പൾസ് ജനറേറ്റ് ചെയ്യാനായിട്ട്, അതായത് എന്താ പറയുന്ന ഒരു 6 പൾസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. പൾസിനെ അനലോഗ് പിൻ A0 എന്ന് പറഞ്ഞത് നമ്മൾ പോർട്ട് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു PWM പൾസ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിന് ഒരു മെയിനായിട്ടുള്ള ഒരു IC എന്ന് പറഞ്ഞാൽ ഈ ഒരു
IR2130 എന്നുള്ളത്, അതായത് 6 ഗേറ്റ് IGBT 6 ഗേറ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ IC ആണ്. ഇതിനിപ്പം H1N1 H1N2 L1 L, അതായത് ഹൈ സൈഡും ലോ സൈഡും ഉണ്ടല്ലോ നമ്മുടെ IGBT H ബ്രിഡ്ജ്, 3 ഫേസ് H ബ്രിഡ്ജ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫേസ് H ബ്രിഡ്ജ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് 3 ഫേസ് H ബ്രിഡ്ജ് ഇല്ല, കാരണം നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് കൺട്രോൾ ബോർഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 6 പൾസ് കൊടുക്കാനുള്ള ടെർമിനൽ ബ്ലോക്ക് ഇവിടെ കാണാം. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് എക്സ്ട്രാ കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഫോൾട്ട്, നമുക്ക് ഇത് ഓൾറെഡി കറണ്ട് സെൻസിങ്, ഇവിടെ ഒരു കറണ്ട് സെൻസിങ് ഒക്കെ ഉണ്ട്. കറണ്ട് സെൻസിങ് ഇവിടെയുണ്ട്. അപ്പോൾ കറണ്ട്, അതായത് ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഡിക്റ്റേറ്റ് ചെയ്യും ഈ IC. പിന്നെ അതേപോലെ തന്നെ അണ്ടർ വോൾട്ടേജ് വന്നാൽ ഡിക്റ്റേറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം, കറണ്ട് ട്രിപ്പ് സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ കുറച്ച് സംഭവമുള്ള ഒരു IC ആണിത്. വളരെ കുറച്ച് നല്ലൊരു IC ആണ് സംഭവം. അപ്പം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ഒരു ഒപ്റ്റക്കപ്പ് കുറിച്ചിട്ട് ഫോൾട്ട് ഇൻഡിക്കേഷനോ കാര്യങ്ങളോ, അതായത് എന്തെങ്കിലും കട്ട് ഓഫ് ചെയ്യാനോ, അതായത് ഇപ്പോൾ DC ബസ്സൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു ഫോൾട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഒരു ഇതാണ് കൺട്രോൾ ഇതായിട്ട് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ അഡീഷണലായിട്ട് ഒരു ബോർഡും കൂടെ ആഡ് ഓൺ ചെയ്യും. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു 3 ഫേസിൻ്റെ കറണ്ട് സെൻസിങ്, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ, പിന്നെ ഈ സർജ് പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തുകൊണ്ട്, അപ്പം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കണം. അതാണ് ആദ്യത്തെ ഒരു ഇത്. അതേപോലെ തന്നെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ഫേസിൻ്റെ ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ, ഫിൽറ്റർ, അതേപോലെ തന്നെ ഓരോ ഫേസിനുമുള്ള നമ്മുടെ ഇത് IGBT ആണ്. പക്ഷേ ഇത് ഒരു ചെറിയ പ്രശ്നം പറ്റി. ഇത് ഞാനിപ്പം ചെക്ക് ചെയ്യാതെ ഞാൻ കൊടുത്തു. അതുവഴി ഈ IGBTക്ക് ഒരു പ്രശ്നമുണ്ട്. IGBTക്ക് ഇൻറ്റേർണലി ഒരു പ്രൊട്ടക്ഷൻ ഡയോഡോ കാര്യങ്ങളില്ല. IGBT ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നേ പ്രൊട്ടക്ഷൻ ഡയോഡും അതേപോലെ തന്നെ കുറച്ച് സർക്യൂട്ടും കാര്യങ്ങളും സ്നബ്ബർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടേ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ IGBT പെട്ടെന്ന് മോസ്ഫെറ്റ് പോലെയല്ല, പെട്ടെന്ന് അടിച്ചു പോകും. അപ്പം ഇതിൻ്റെ അകത്ത് 2-3 IGBT ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഫുള്ള് മാറ്റി ഇനിയിപ്പം മോസ്ഫെറ്റ് IRFP 250 എന്നുള്ള മോസ്ഫെറ്റ് ആക്കി മാറ്റിയിട്ട് ഞാൻ AC-യിലെ ഒരു ലോഡ് വർക്ക് ചെയ്യിപ്പിക്കും. അതാണ് അടുത്തൊരു വീഡിയോ. അപ്പോൾ സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, നോക്കണം. അപ്പം ഇത് BLDCയിൽ ഇപ്പോൾ വർക്കായി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ആംബിയർ സപ്ലൈൻ്റെ ഇല്ലിപ്പം 5 ആംബിയർ വരെയുള്ളൂ. 10 ആംബിയറിൻ്റെ 15 ആംബിയറോ കൊടുത്തിട്ട് ഇതിൻ്റെ ഫുൾ സ്പീഡ് ചെക്ക് ചെയ്യണം. ഫുൾ സ്പീഡ് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇതിലെ IRFP 250 എന്നുള്ള സംഭവമാക്കി മാറ്റി നമ്മൾ AC ലോഡ് വർക്ക് ചെയ്യിപ്പിക്കും. അതിനുശേഷം IGBTയുടെ മൊഡ്യൂൾസ് ഉണ്ട് ഇവിടെ ആക്ച്വലി. അപ്പോൾ ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് VFTക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കറണ്ട് സെൻസറിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ വന്നിരിപ്പുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യണം, പിന്നെ വെക്കണം. ഒരുപാട് കാര്യങ്ങൾക്കിടയിലൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പം എന്തായാലും അടുത്തടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. താങ്ക് യു.